യഹൂദ ജനത അവരൊരു മിശിഹായെ പ്രതീക്ഷിച്ചിരുന്നു. മിശിഹ വന്നപ്പോൾ ഈ കാത്തിരുന്നവർക്ക് മിശിഹായെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഉൾക്കൊള്ളാൻ പറ്റാത്തതിന് വേറൊരു കാരണമുണ്ട്. ദേ വെർ എക്സ്പെക്ടിങ് എ പൊളിറ്റിക്കൽ മെസ്സയ, ഒരു കിങ്ലി മെസ്സയ. കാരണം അവരെ സംബന്ധിച്ചുള്ള അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്ന ദാവീദിനെ പോലെ രാജാവ് വരണം, ബോണ്ടേജിൽ നിന്ന്, സ്ലേവറിയിൽ നിന്ന് ഞങ്ങളെ വിടുതൽ നൽകുന്ന ഒരാൾ വരണം. പക്ഷെ ഇവരറിഞ്ഞില്ല യഥാർത്ഥ അടിമത്തം, യഥാർത്ഥ ബോണ്ടേജ് സ്പിരിച്വൽ ആണെന്ന്, പാപ അടിമത്തമാണ്. മിശിഹായെ എതിർക്കാൻ തുടങ്ങി. മിശിഹായെ എതിർക്കുന്നതിന്റെ കാരണം എന്താണ്? ദേവാലയം തകർക്കപ്പെടും. റോമാ ഭരണം വന്ന് ദേവാലയത്തെ തകർക്കാതിരിക്കാൻ ഇവനെ ഇല്ലായ്മ ചെയ്യണം. ദേവാലയത്തെ, നഗരത്തെ സംരക്ഷിക്കാൻ ദൈവത്തെ കൊലയ്ക്ക് കൊടുക്കുന്നവരായിട്ട് അവർ മാറുക. എന്തൊരു അപകടമാണെന്നറിയാമോ ആ ശൈലി? ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടാൻ ഒരുവൻ മരിക്കുന്നത് നല്ലതാണ്. വലിയ പ്രസ്താവനയാണ് ഇവർ പറയുന്നത്. ഇത്രയും കേൾക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെടേണ്ട കേട്ടോ. അവിടെയാണ് നമ്മൾ ദൈവത്തിലുള്ള വലിയ ആശ്രയത്വം, ദൈവം തമ്പുരാനുള്ള വലിയ വിശ്വാസം ഏറ്റുപറയേണ്ട മൊമെന്റ് ഇതാണ്. അങ്ങനെ അവര് പ്ലാൻ ചെയ്ത ഒരു കുടിലതന്ത്രത്തെ, കോൺസ്പിരസിയെ, ഗൂഢാലോചനയെ പോലും ദൈവം തമ്പുരാൻ നന്മയ്ക്കായി മാറ്റിയെടുക്കുന്നു. അവര് ഭയന്ന് എന്താ? ദേവാലയം തകർക്കപ്പെടും, അതുകൊണ്ട് ഇവനെ കൊല്ലണം. പക്ഷെ അവന്റെ മരണത്താലെ ദേവാലയം പുനഃസ്ഥാപിക്കപ്പെട്ടു. അവന്റെ മരണത്താലെ ഭൂമി മുഴുവൻ ദൈവത്തിന്റെ ആലയമായിട്ട് മാറുന്നു. 2, ചിതറിക്കിടക്കുന്നവരെ ഒരുമിച്ച് കൂട്ടാൻ ഒരുവൻ മരിക്കുന്നത് നല്ലതാണ്. സംഭവിച്ചു. അവനെ കൊന്നപ്പെടല്ല, അവന്റെ മരണത്തിന്റെ തുടർഫലമായിട്ട് ചിതറിക്കിടക്കുന്ന ദൈവമക്കൾ, കർത്താവിന്റെ മക്കൾ, ഭൂമി മുഴുവനുമുള്ള ജനത ഒരുമിച്ച് കൂടുകയാണ് കർത്താവ് തമ്പുരാനിൽ. അങ്ങനെ മനസ്സിലാക്കിയെടുത്ത് അതാണ് ദൈവത്തിന്റെ പരിപാലന. ഇവര് സംരക്ഷിക്കാൻ ശ്രമിച്ച ദേവാലയം കർത്താവിന്റെ മരണത്തിന് 40-40 വർഷങ്ങൾക്കുള്ളിൽ തകർക്കപ്പെട്ടു കേട്ടോ. കർത്താവിനെ കൊന്നിട്ട് ദേവാലയം സംരക്ഷിക്കാണെന്ന് വിചാരിച്ചു, വൃഥ ആഗ്രഹിച്ചു. പക്ഷെ കർത്താവിന്റെ മരണത്തിന് ശേഷം AD 70 റോമ സാമ്രാജ്യം തന്നെ ജെറുസലേം ദേവാലയം തകർത്തു. അതേസമയം പുതിയൊരു ദേവാലയം പണിയപ്പെട്ടു. അവന്റെ സഭ, മനുഷ്യരീരം, ദേവാലയം പണിയപ്പെട്ടു.